അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നാം കഴിഞ്ഞ ക്ലാസ്സുകളിലായി സം ഓഫ് പ്രൊഡക്ട്സ് പഠിച്ചു അല്ലേ? അതായത് തുകകളുടെ ഗുണനഫലം. രണ്ട് തുകകൾ തമ്മിൽ എങ്ങനെയാണ് ഗുണിക്കുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് ബി, അത് നമ്മൾ പഠിച്ചു. പിന്നെയോ സം ഓഫ് ഡിഫറൻസ് അല്ലേ? അതായത് വ്യത്യാസങ്ങൾ. ഇത് രണ്ടും ഇപ്പോൾ എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ മൈനസ് വി അല്ലേ? രണ്ട് വ്യത്യാസങ്ങൾ, ആ വ്യത്യാസങ്ങളുടെ ഗുണനഫലവും നാം പഠിച്ചു. എങ്ങനെയാണ് കണ്ടുപിടിക്കുക നാം പഠിച്ചു. ആദ്യത്തേത് സമ്മുകൾ, രണ്ടാമത്തേത് ഡിഫറൻസുകൾ അല്ലേ? നമുക്ക് രണ്ടും ചേർന്നിട്ട് എങ്ങനെയാണ് ചെയ്യുക? അതായത് പ്രൊഡക്റ്റ് ഓഫ് എ സം ആൻഡ് എ ഡിഫറൻസ്, അതായത് ഒരു തുകയും ഒരു ഡിഫറൻസും. ഒരു തുക അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ, പിന്നെ ഒരു ഡിഫറൻസ്. അപ്പോൾ നമുക്ക് യു പ്ലസ് വിക്ക് പകരം എഴുതാം യു മൈനസ് വി. അപ്പോൾ ഇവിടെ യു മൈനസ് വി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ യു വലുതായിരിക്കണം, മനസ്സിലായല്ലോ? യു വലുതും വി ചെറുതും ആയാൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടും ഒന്ന് കുടിച്ചു നോക്കിയേ. എക്സ് ഇൻറ്റു യു, എക്സ് യു. ഇനി എക്സ് ഇൻറ്റു നെഗറ്റീവ് വി അല്ലേ? അപ്പം നെഗറ്റീവ് എക്സ് വി. ഇനി വൈ കൊണ്ട് വൈ ഇൻറ്റു യു പ്ലസ് വൈ യു. ഇനി വൈ ഇൻറ്റു നെഗറ്റീവ് വി അല്ലേ? മൈനസ് വൈ വി. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക അല്ലേ? അതായത് ഈ രണ്ടാമത്തെ പദവും ഈ അവസാനത്തെ പദവും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഈ മൂന്ന് ഇക്വേഷനുകളിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് 52 ഗുണിക്കണം 19. 52 നമുക്ക് മാറ്റി എഴുതാം അല്ലേ? അപ്പോൾ ഗുണിക്കാൻ എളുപ്പമുള്ള എന്താണ്? 50 ആണ്. അപ്പോൾ നമുക്ക് 50 പ്ലസ് 2 എന്ന് എഴുതാം. ഇനി 19 എങ്ങനെ മാറ്റി എഴുതും? 19ന്റെ തൊട്ടടുത്ത റൗണ്ട് ആയ ഫിഗർ ഏതാണ്? 20 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 20 മൈനസ് 1 അല്ലേ? അപ്പോൾ 20 മൈനസ് 1 ആണ് 19. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് ഇങ്ങനെ മാറ്റി എഴുതാം. അപ്പോൾ 1 പ്ലസും 1, 1 മൈനസും 1. ഇനി എങ്ങനെ ചെയ്യാം? നാം സാധാരണ ചെയ്യാറുള്ള പോലെ എന്ത് വരും? 50 ഇൻറ്റു 20 അല്ലേ? 50 ഇൻറ്റു 20 എത്രയാണ്? 100. ഇനി 50 ഇൻറ്റു നെഗറ്റീവ് 1, അപ്പം നെഗറ്റീവ് 50. ഇനി 2 കൊണ്ട് 2 ഇൻറ്റു 20 40 പ്ലസ് 40. ഇനി 2 ഇൻറ്റു നെഗറ്റീവ് 1 നെഗറ്റീവ് 2. നമുക്ക് പോസിറ്റീവുകളൊക്കെ ഒരുമിച്ച് കൂട്ടാം. 100 ഉണ്ട്, ഒരു 40 ഉണ്ട് അല്ലേ? അപ്പോൾ 140. നെഗറ്റീവ് 50 ഉണ്ട്, ഒരു 2 ഉണ്ട്, മൈനസ് 52 88. ഇനി നമുക്കൊരു ഭിന്നസംഖ്യ നോക്കിയാലോ? ഇപ്പോൾ ഉദാഹരണത്തിന് 9 3/4 ഇൻറ്റു 20 1/2. 9 3/4 അല്ലേ? അതിൻ്റെ തൊട്ടടുത്ത റൗണ്ട് ഫിഗർ ഏതാണ്? 10 ആണ് അല്ലേ? ഇതിനെങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? 10 മൈനസ് ശ്രദ്ധിക്കുക, 3/4 ആണ് അല്ലേ? അതേസമയം 4/4 ആണെങ്കിൽ എത്രയാണ്? 1 ആണ് അല്ലേ? 4/4 എന്ന് പറഞ്ഞാൽ 4 4 ക്യാൻസൽ ചെയ്ത് പോയി 1. അപ്പോൾ 4/4 1 ആണ്. അതായത് 4/4 എന്ന് പറയുന്നതാണ് 1. മനസ്സിലായല്ലോ? ഇവിടെ എത്ര ഉള്ളൂ? 3/4 ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് 4/4 നിന്ന് 3/4 കുറച്ച് എത്ര വരും ബാക്കി? 1/4 അല്ലേ? അപ്പോൾ ഇവിടെ 1/4 കുറവുണ്ട് അല്ലേ? 10 ആവാൻ 1/4 കുറവാണുള്ളത്. അതായത് 10ൽ നിന്ന് 1/4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 9 3/4 കിട്ടും. മനസ്സിലായല്ലോ? 4. അപ്പോൾ നമുക്ക് 10 മൈനസ് 1/4 എന്ന് എഴുതാം ഇൻറ്റു. ഇനി നമുക്ക് 20 1/2 എങ്ങനെ എഴുതാം? 20 പ്ലസ് 1/2 എന്ന് എഴുതാം അല്ലേ? 20 പ്ലസ് 1/2. അപ്പോൾ 20 1/2. ഇനി നമുക്കിത് അങ്ങനെ മാറ്റി എഴുതാം. 10 ഇൻറ്റു 20 അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. 10 ഇൻറ്റു 20. ഇത് ഭിന്നസംഖ്യ ആയതുകൊണ്ട് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് എഴുതുന്നത്. ഇനി 10നെ ഇതുകൊണ്ട് ഗുണിക്കണം. 10 ഇൻറ്റു 1/2 അല്ലേ? അപ്പോൾ പ്ലസ് 10 ഇൻറ്റു 1/2. അപ്പോൾ 10 കൊണ്ടുള്ള പരിപാടികൾ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? നെഗറ്റീവ് 1/4 ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം നെഗറ്റീവ് 1/4 ഇൻറ്റു 20. നെഗറ്റീവ് 1/4 ഇൻറ്റു 20. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഏതാണ്? നെഗറ്റീവ് 1/4 ഇൻറ്റു 1/2. നെഗറ്റീവ് 1/4 ഇൻറ്റു 1/2. അപ്പോൾ എന്ത് കിട്ടി?
10 ഇൻറ്റു 20 200 പ്ലസ് അല്ലേ, എനിക്ക് 10 ഇൻറ്റു 1/2 നമുക്ക് 2 കൊണ്ട് 10 ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ, എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. പ്ലസ് 5 മൈനസ് 1/4 ഇൻറ്റു 20 അല്ലേ, നമുക്ക് 20 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ, എത്രയാണ്? 5 പ്രാവശ്യം. അപ്പം -5. ഇനി മൈനസ് 1/4 ഇൻറ്റു 1/2 അല്ലേ, സിമ്പിളായിട്ട് ഗുണിച്ചിടുക. -1/4 ഇൻറ്റു 2 8. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. സീക്വൽ ടു എന്ത് വരും? 200 പ്ലസ് 5 മൈനസ് 5 അല്ലേ. അപ്പോൾ 200 പ്ലസ് 5 205. 205 നിന്ന് വീണ്ടും 5 കുറഞ്ഞു കഴിഞ്ഞാൽ 200 തന്നെ ആയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 200 മൈനസ് 1/8 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ 200 മൈനസ് 1/8 അല്ലേ, 200 നിന്ന് 1/8 കുറക്കാം. അതായത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 8/8 ആണ് 1 അല്ലേ. നാം ഇവിടെ ചെയ്ത പോലെ തന്നെ 8/8 നാം പറഞ്ഞല്ലോ 8/8 ആണ് 1. അതിൽ നിന്ന് 1/8 കുറച്ചു. 1/8 കുറച്ചു. അപ്പോൾ ബാക്കി എത്ര വരും? 7/8 സീക്വൽ ടു 199 7/8. അപ്പോൾ 7/8ഉം 1/8ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 8/8, അതായത് 1 അല്ലേ. അപ്പോൾ 199ൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 200. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നാം കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഇപ്പോൾ 2 സംഖ്യകൾ, ഇപ്പോൾ എക്സും വൈ ആണെന്ന് വിചാരിക്കാം. ഈ 2 സംഖ്യയുടെ പ്രൊഡക്റ്റ് നമുക്കറിയാമെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള സംഖ്യകളുടെ പ്രൊഡക്റ്റ് നാം കണ്ടുപിടിച്ചു അല്ലേ. എങ്ങനെയാണ്? എക്സിൻ്റെ കൂടെ 1 കൂട്ടുക x+1 ഇൻറ്റു വൈയുടെ കൂടെ 1 കൂട്ടുക y+1 അല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് പിന്നിലുള്ള സംഖ്യകളുടെയും പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. എങ്ങനെയാണ്? അതിൽ നിന്ന് 1 കുറച്ചു, അപ്പോൾ x-1 ഇൻറ്റു y-1 അല്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സംഖ്യയോട് 1 കൂട്ടുക, മറ്റേ സംഖ്യയിൽ നിന്ന് 1 കുറക്കുക. അതായത് ഒരു സംഖ്യയുടെ ഇപ്പോൾ എക്സിൻ്റെ മുമ്പിലുള്ള സംഖ്യയുടെയും വൈയുടെ പിന്നിലുള്ള സംഖ്യയുടെയും ഗുണനഫലം പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഇവിടെ നമ്മൾ കണ്ടത് 2 മുന്നിലുള്ളത് അല്ലെങ്കിൽ 2 പിന്നിലുള്ളതാണ് അല്ലേ. അപ്പോൾ 1 മുന്നിലും 1 പിന്നിലും, അതാണ് നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 10 ഇൻറ്റു 8 നമുക്കറിയാം. 10 ഇൻറ്റു 8 എത്രയാണ്? 80 അല്ലേ, 80. അപ്പോൾ ഈ 2 സംഖ്യകളുടെയും ഒന്നിൻ്റെ മുന്നിലുള്ള സംഖ്യ, ഒന്നിൻ്റെ പിന്നിലുള്ള സംഖ്യ. ഇപ്പോൾ 10ൻ്റെ മുന്നിലുള്ള സംഖ്യ എത്രയാണ്? 10 പ്ലസ് 1 അല്ലേ. ഇനി 8ൻ്റെ പിന്നിലുള്ള സംഖ്യ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 8 മൈനസ് 1. അപ്പോൾ നാം ഇവിടെ ചെയ്തത് ഇപ്പോൾ 10 ആണ് വലുത്, 8 ചെറുത് അല്ലേ. അപ്പോൾ 10ൻ്റെ കൂടെ 1 കൂട്ടി ചെറുതിൽ നിന്ന് 1 കുറച്ചു. ഇനി നമുക്ക് നേരെ തിരിച്ചൊന്ന് ചെയ്താലോ? വലുതിൽ നിന്ന് 1 കുറക്കുന്നു. ശ്രദ്ധിച്ചിരിക്കുക, വലുതിൽ നിന്ന് 1 കുറക്കുന്നു. 10 മൈനസ് 1 ചെറുതിൻ്റെ കൂടെ 1 കൂട്ടുന്നു. അപ്പോൾ 8 പ്ലസ് 1. വ്യത്യാസം മനസ്സിലായില്ലേ? അത് ആദ്യം നാം വലുതിൻ്റെ കൂടെ 1 കൂട്ടി ചെറുതിൽ നിന്ന് 1 കുറച്ചു. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? വലുതിൽ നിന്ന് 1 കുറച്ചു, ചെറുതിൻ്റെ കൂടെ 1 കൂട്ടി. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൽ എന്തായാലും വ്യത്യാസം ഉണ്ടായിരിക്കുമോ? അല്ലെങ്കിൽ ഏതായിരിക്കും വലുത് അല്ലെങ്കിൽ ഏതായിരിക്കും ചെറുത് നമുക്ക് കിട്ടുക? നമുക്കൊന്ന് ചെയ്തു നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് 10ൻ്റെ കൂടെ 1 കൂട്ടി എത്ര കിട്ടും? 11 ഇൻറ്റു 8ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 7 അല്ലേ. 11 ഇൻറ്റു 7 77 കിട്ടി നമുക്ക്. ഇനി ഇവിടെ നോക്കിയാൽ 10ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 9 ഇൻറ്റു 8ൻ്റെ കൂടെ 1 കൂട്ടിയാലോ? 9. ഇവിടെ നമുക്ക് കിട്ടി 81 കിട്ടി. അപ്പോൾ രണ്ട് ഉത്തരമാണ് കിട്ടിയത്. ഇത് വലുത് ഏതാണ് നമുക്ക് കിട്ടിയത് ഉത്തരം? വലുത് കിട്ടിയത് നോക്കിയേ, വലുതിൽ നിന്ന് 1 കുറച്ചു, ചെറുതിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോഴാണ് നമുക്ക് വലിയ ആൻസർ കിട്ടിയത് അല്ലേ. അതേസമയം വലുതിൻ്റെ കൂടെ 1 കൂട്ടി ചെറുതിൽ നിന്ന് 1 കുറച്ചപ്പോൾ നമുക്ക് 77 കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് 81 കിട്ടി. അപ്പോൾ ഇതേ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും ഇതേ രൂപത്തിൽ തന്നെ ആയിരിക്കും ഉത്തരം അല്ലേ. അപ്പം നമുക്ക് എന്ത് വേണം? അതിന് ആൾജിബ്ര ഉപയോഗിച്ചൊന്ന് നോക്കണം. ആൾജിബ്ര ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ലാർജർ വലിയ സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കുക, സ്മോളർ ചെറിയ സംഖ്യ വൈ ആണെന്ന് വിചാരിക്കുക. 2 സംഖ്യ. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്തു വയ്ക്കുക. വലിയ സംഖ്യയുടെ കൂടെ 1 കൂട്ടി അല്ലേ. അപ്പോൾ എക്സിൻ്റെ കൂടെ 1 കൂട്ടി x+1 ഇൻറ്റു ചെറിയ സംഖ്യയിൽ നിന്ന് 1 കുറച്ചു അല്ലേ. അപ്പോൾ y-1 x ഇൻറ്റു വൈ xy, x ഇൻറ്റു -1 മൈനസ് എക്സ്, 1 ഇൻറ്റു വൈ
പ്ലസ് വൈ പ്ലസ് 1 ഇൻറ്റു -1 -1. ഇനി നമുക്ക് വലുതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. ഇവിടെ ചെയ്ത പോലെ വലുതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എക്സ് -1 ഇൻറ്റു ചെറുതിൻ്റെ കൂടെ ഒന്ന് കൂട്ടാം, വൈ +1. അപ്പോൾ എന്താ നമുക്ക് ഉത്തരം കിട്ടുക? ഇൻറ്റു വൈ എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് -1 ഇൻറ്റു വൈ -y -1 ഇൻറ്റു +1 അല്ലേ, -1. ആദ്യത്തേതിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് അല്ലേ, എക്സ് വൈയിൽ നിന്ന് നമ്മൾ എക്സ് കുറക്കുന്നു. അതായത് വലിയ സംഖ്യ, നാം പറഞ്ഞ വലുതാണ് എക്സ് എന്ന്, വലിയ സംഖ്യ കുറക്കുന്നു, പിന്നെ ചെറിയ സംഖ്യ കൂട്ടുന്നു അല്ലെ, വൈ കൂട്ടുന്നു, പിന്നെ ഒന്ന് കുറയ്ക്കുന്നു. ഇനി ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതുപോലെ പ്രൊഡക്റ്റ് എക്സ് കൂട്ടുന്നു, അതായത് വലിയ സംഖ്യ ഇതിൻ്റെ കൂടെ കൂട്ടുന്നു, പിന്നെ ചെറിയ സംഖ്യ കുറയ്ക്കുന്നു. അപ്പോൾ ഇവിടെയാണ് ഈ കിടന്ന് വ്യത്യാസം കിടന്ന് കളിക്കുന്നത് അല്ലേ. ബാക്കി രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ നമ്മൾ വലിയ സംഖ്യ കുറക്കുന്നു, ചെറിയ സംഖ്യ കൂട്ടുന്നു, അതാണ് ഇവിടെ നടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ വലിയ സംഖ്യ കുറക്കുക, ചെറിയ സംഖ്യ കൂട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അവിടെ നടക്കുന്നത്? ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ രണ്ട് സംഖ്യകൾ, ഒന്ന് 8ഉം ഒന്ന് 5ആണെന്ന് വിചാരിക്കുക. ഒരു വലുതും ഒരു ചെറുതും അല്ലേ. അപ്പോൾ എക്സിൽ നിന്ന് ഞാൻ ഇവിടെ എന്താ ചെയ്തത്? വലിയ സംഖ്യ കുറച്ചു അല്ലേ. അപ്പോൾ ഞാനിവിടെ 8നെ കുറയ്ക്കുന്നു, പിന്നെ ചെറുത് കൂട്ടുന്നു. അപ്പോൾ ഞാൻ 5 കൂട്ടി. അപ്പോൾ എന്ത് സംഭവിച്ചു നോക്കിയേ? എക്സ് -8 + 5, അതായത് എക്സ് -8ഉം +5ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? -3 വരും അല്ലേ. വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ എക്സ് -3 എന്ന് വന്നു. എക്സിൽ നിന്ന് 3 കുറയ്ക്കണം അല്ലേ. അതായത് 3 എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? 5ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസമാണ് 3 അല്ലേ. അപ്പോൾ 5ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് എത്ര? 3. ആ 3 ഇതിൽ നിന്ന് കുറയ്ക്കുന്നു. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ വലുത് കുറച്ചു, ചെറുത് കൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഡിഫറൻസ് കുറയ്ക്കുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത പ്രോബ്ലം വരുമ്പോൾ ആവശ്യം വരും. ആ നേരത്തെ കൺഫ്യൂഷൻ ആവരുത്. മനസ്സിലായില്ലേ? അപ്പം ഇവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഈ പ്രൊഡക്റ്റിൽ നിന്ന് എന്താണ് കുറയ്ക്കുന്നത്? ഇവിടെ നമ്മൾ ഡിഫറൻസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് മൈനസ് ഡിഫറൻസ് -1 ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ. ഇനി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കിയേ. ഇവിടെ നോക്കിയേ, XY പ്രൊഡക്റ്റ്, അതിൻ്റെ കൂടെ എക്സ് കൂട്ടുന്നു, വലിയ സംഖ്യ കൂട്ടുന്നു, വൈ കുറയ്ക്കുന്നു, ചെറിയ സംഖ്യ കുറയ്ക്കുന്നു. ഇതേ ഉദാഹരണം തന്നെ ഒന്ന് നോക്കിയേ. എക്സിൻ്റെ കൂടെ എന്ത് കൂട്ടുന്നു? വലിയ സംഖ്യ കൂട്ടുന്നു അല്ലേ. അത് വലുതെത്രയാണ്? 8. അപ്പം 8 കൂട്ടുന്നു, ചെറുത് കുറയ്ക്കുന്നു, 5 കുറച്ചു. അപ്പം എന്ത് വന്നു? എക്സ് +8ഉം -5ഉം എത്രയാണ്? +3. ഇവിടെ എന്താണ് വന്നത്? എക്സിൻ്റെ കൂടെ 3 കൂട്ടി അല്ലേ. അതായത് എക്സിൻ്റെ കൂടെ എന്ത് ചെയ്തു? ഡിഫറൻസ് ആണ് 3 അല്ലേ. 3 കൂട്ടുന്നു. ഇവിടെ എക്സിൽ നിന്ന് 3 കുറയ്ക്കുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? വലിയ സംഖ്യ കൂട്ടി ചെറിയ സംഖ്യ കുറച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഡിഫറൻസ് കൂട്ടുന്നു അല്ലേ. ഡിഫറൻസ് 3 3 കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഡിഫറൻസ് കൂട്ടുന്നു, പ്ലസ് ഡിഫറൻസിനെ കൂട്ടുന്നു, പിന്നെ 1 കുറയ്ക്കുന്നു. ഇവിടെ 1 കുറയ്ക്കുന്നുണ്ട് അല്ലേ. രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നത്? വലുത് അടിയിൽ വരുന്നത്. അതായത് ചെറുതിൽ നിന്ന് 1 കുറച്ചു, വലുതിൽ നിന്ന് 1 കൂട്ടി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയത്? അതാണ് വലുത് അല്ലേ. മറ്റേനേക്കാളും വലുത് ഇതാണ് കിട്ടിയത്. അതിന് കാരണം എന്താണ്? ഇവിടെ ഡിഫറൻസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, ഇവിടെ ഡിഫറൻസ് ഇതിൻ്റെ കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കത്തിയാലോ അല്ലേ. എല്ലാവർക്കും കത്തിയില്ലേ? ഇതാണ് സംഭവം. അപ്പോൾ ഇത് ശരിക്കും മനസ്സിലായല്ലോ. നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് ഇത് ആവശ്യം വരും. അതാണ് ഞാൻ ഇപ്പം ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 52, അതിൽ കുറച്ച് 4 ചോദ്യങ്ങളുണ്ട്. അതിലേക്കൊന്ന് പോകാം. അപ്പോൾ എന്താണ് നമ്മുടെ ഒന്നാം ചോദ്യം? ദി പ്രൊഡക്റ്റ് ഓഫ് 2 numbers ഈസ് 713 ആൻഡ് ദയർ ഡിഫറൻസ് ഈസ് 8. വാട്ട് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് എ ലാർജ് നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് ദി സ്മോളർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1? ഇപ്പം നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് രണ്ട് സംഖ്യകളുടെ പ്രൊഡക്റ്റ് ഗുണനഫലം തന്നിട്ടുണ്ട് 713, അവരുടെ വ്യത്യാസം തന്നിട്ടുണ്ട് 8. എന്നിട്ട് എന്താ ചോദിച്ചിട്ടുള്ളത്? വലിയ സംഖ്യയോട് 1 കൂട്ടി ചെറിയ സംഖ്യയിൽ നിന്ന് 1 കുറച്ചു, അവയുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? പിന്നെ നേരെ തിരിച്ച് വലിയ സംഖ്യയിൽ നിന്ന് 1 കുറച്ചു, ചെറിയ സംഖ്യയിൽ നിന്ന് 1 കൂട്ടി, അവരുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും?
അപ്പൊ രണ്ട് സംഖ്യകൾ നമുക്ക് ഒരു പണിയാം. വലുതിനെ ലാർജർ എക്സ് ആണെന്ന് വിചാരിക്കുക, ചെറുത് സ്മോളർ വൈ ആണെന്ന് വിചാരിക്കുക. അപ്പൊ രണ്ട് സംഖ്യകൾ എക്സും വൈയും. ആ വൈയുടെ പ്രൊഡക്റ്റ് 713 അല്ലെ. അപ്പൊ നമുക്ക് എക്സ് ഇൻറ്റു വൈ 713. ഇനി അവയുടെ വ്യത്യാസം അല്ലെ, നാം എക്സ് ആണ് വലുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൈ എത്രയാണ്? 8. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ എപ്പോഴും ചോദ്യം ശരിക്കും വായിച്ചു നോക്കണം കേട്ടോ, കൺഫ്യൂഷൻ വരരുത്. ലാർജ് നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് സ്മോൾ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1. അതായത് വലിയ സംഖ്യയോടുകൂടി ഒന്ന് കൂട്ടി ചെറിയ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചു. ഇപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് സംഖ്യകൾ. അപ്പൊ വലിയ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടി എക്സ് പ്ലസ് 1, പിന്നെയോ ചെറുതിൽ നിന്ന് ഒന്ന് കുറച്ചു y മൈനസ് 1. അവ തമ്മിൽ ഗുണിച്ചു. നമുക്കറിയാം എക്സ് വൈ മൈനസ് എക്സ്, പിന്നെയോ പ്ലസ് വൈ, പിന്നെ വീണ്ടും മൈനസ് 1. ഇവിടെ നമുക്ക് എക്സ് വൈ എന്താണെന്ന് അറിയാം, 713 അല്ലേ. ഇനിയാണ് പ്രശ്നം, മൈനസ് എക്സ് പ്ലസ് വൈ. നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വില അറിയില്ല. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ ഞാനിവിടെ പ്രത്യേക ഒരു കാര്യം പറയുന്നത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ മാത്രം കാണുന്നവരുണ്ടെങ്കിൽ അവരൊരു കാര്യം ചെയ്യുക. ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്ന് കേൾക്കാം, മനസ്സിലായല്ലോ. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇവിടെ എക്സ് വൈ നാം ഇവിടെ എഴുതി. ഇനി നോക്കിയേ, വലുത് കുറച്ചു അല്ലേ, ചെറുത് കൂട്ടി. അതായത് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ മൈനസ് 1. വലുതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി ചെറുതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എന്തായിരിക്കും? അവയുടെ പ്രൊഡക്റ്റ് മൈനസ്, നാം എന്താ പറഞ്ഞതിന്? മൈനസ് ഡിഫറൻസ് അല്ലേ, മൈനസ് ഡിഫറൻസ്. ആ ഡിഫറൻസ് മൈനസ് ചെയ്യുക. ഇതെന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ വളരെ വിശദമായിട്ട് ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഡിഫറൻസ് അല്ലേ. അപ്പൊ നമുക്ക് 713 മൈനസ് ഡിഫറൻസ് എത്രയാണ്? 8, പിന്നെ മൈനസ് 1. അതായത് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ മൈനസ് 1 സീക്വൽ ടു എന്താണ്? എക്സ് വൈ മൈനസ് ഡിഫറൻസ് മൈനസ് 1 അല്ലേ. ഇതാണ് നാം പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് നേർക്ക് നേരെ തന്നിട്ടുണ്ട് 8 ആണെന്ന്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് -8 -1 സീക്വൽ ടു 713 മൈനസ് 8 1 9 അല്ലേ, 9 704. എന്നാൽ രണ്ടാമത്തേതാണ് ചോദിച്ചിട്ടുള്ളത് നേരെ തിരിച്ച് അല്ലേ. അതായത് വലിയ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചു, ചെറിയ സംഖ്യയോട് ഒന്ന് കൂട്ടി. അപ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചു എക്സ് മൈനസ് 1, ചെറിയ സംഖ്യയോട് ഒന്ന് കൂട്ടി വൈ പ്ലസ് 1. എന്ത് വരും? എക്സ് വൈ പ്രൊഡക്റ്റ് പ്ലസ് എക്സ് മൈനസ് വൈ മൈനസ് 1 അല്ലേ. വലുതിൽ നിന്ന് ഒന്ന് കുറക്കുക, ചെറുതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ എന്താ ചെയ്യണം? എന്താണ് അതിൻ്റെ ഉത്തരം? പ്രൊഡക്റ്റിൻ്റെ കൂടെ എന്താണിത്? ഡിഫറൻസ് അല്ലേ. ഡിഫറൻസ് കൂട്ടണം. അതായത് എക്സ് മൈനസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 സീക്വൽ ടു എക്സ് വൈ പ്ലസ് ഡിഫറൻസ്, പിന്നെയോ മൈനസ് 1. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് വൈ നമുക്കറിയാം, എക്സ് വൈ എത്രയാണ്? 713 പ്ലസ് ഡിഫറൻസ് കൂട്ടണം. ഡിഫറൻസ് എത്രയാണ്? 8. അപ്പോൾ പ്ലസ് 8 മൈനസ് 1. അതായത് 713 8 721 അല്ലേ. 721 മൈനസ് 1 720. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 2 പോയിന്റ് ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദി പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 5 മോർ ദാൻ ദി പ്രൊഡക്റ്റ് ഓഫ് ദി ലാർജർ ഓഫ് ദി നമ്പേഴ്സ് ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് സ്മോളർ ഡിക്രീസ്ഡ് ബൈ 1. അപ്പോൾ ഇതേപോലത്തെ ചോദ്യം തന്നെയാണ്. ഹൗ മച്ച് ഈസ് ദി ഇൻക്രീസ് ഇൻ ദി പ്രൊഡക്റ്റ് ഇഫ് ദി ലാർജർ ഈസ് ഡിക്രീസ്ഡ് ബൈ 1 ആൻഡ് സ്മോളർ ഇൻക്രീസ്ഡ് ബൈ 1. അപ്പോൾ ചോദ്യം എപ്പോഴും ശരിക്കും വായിച്ചു നോക്കാം കേട്ടോ. ഓരോ സെൻറ്റൻസ് കൃത്യമായിട്ട് വായിച്ചു നോക്കാം. അല്ലെങ്കിൽ നിങ്ങളൊന്നും മനസ്സിലാണ്ട് വെറുതെ ചോദ്യം അവിടെ ഇട്ട് പോരും. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങൾ പോലും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാതെ ഇട്ട് പോകാറുണ്ട്. പലരും അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ചോദ്യം 1 2 3 പ്രാവശ്യം മനസ്സിരുത്തി വായിക്കുക. ഇവിടെ എന്താണ്? 2 സംഖ്യകളുടെ കാര്യം തന്നെയാണ് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് ആദ്യം 2 സംഖ്യകളൊക്കെ ഒന്ന് എഴുതാം. ഒന്ന് ലാർജർ, വലിയ സംഖ്യ, ലാർജർ നമ്പർ നമുക്ക് എക്സ് ആണെന്ന് വിചാരിക്കുക. ചെറിയ സംഖ്യ സ്മോളർ നമ്മൾ വൈ ആണെന്ന് വിചാരിക്കും. 2 സംഖ്യകൾ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദി പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് 5 മോർ ദാൻ ദി പ്രൊഡക്റ്റ് ഓഫ് ദി ലാർജർ ഓഫ് ദി നമ്പർ അല്ലേ. 2 സംഖ്യകളിൽ വലുതിനോട് ഒന്ന് കൂട്ടി.
പിന്നെയോ ചെറുതിൽ നിന്ന് 1 കുറച്ചു, എന്നിട്ട് അവ തമ്മിലുള്ള പ്രൊഡക്റ്റ് ശരിക്കുള്ള സംഖ്യകളുടെ പ്രൊഡക്റ്റിനേക്കാളും 5 കുറവാണ്. ഇതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വലുതിനോട് 1 കൂട്ടി x+1. ഇനി ചെറുതിൽ നിന്ന് 1 കുറച്ചു y-1. ഇതെന്താണ്? ഈ സംഖ്യകളുടെ പ്രൊഡക്റ്റിനേക്കാളും 5 കുറവാണ് അല്ലേ? സീക്വൽ ടു സംഖ്യയുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ xy, അതിനേക്കാളും 5 കുറവാണ്. ഇനി ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള പ്രൊഡക്റ്റ് ഇതിന്റെ പ്രൊഡക്റ്റിനേക്കാളും 5 കൂടുതലാണ് അല്ലേ? അതായത് ഇവ തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ് കൂടുതൽ, എക്സും വൈയും തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ് കൂടുതൽ. എത്ര കൂടുതലാണ്? 5 കൂടുതൽ അല്ലേ? അപ്പൊ ഇവ തമ്മിലുള്ള പ്രൊഡക്റ്റിനേക്കാളും 5 കൂടുതലാണ് ഇത്. അപ്പൊ ഇവ തമ്മിലുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റിനിൽ നിന്ന് 5 മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി അല്ലേ? ഇത് നമ്മൾ ഈ ബ്രാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ എങ്ങനെ വരും? x ഇൻറ്റു വൈ xy, x ഇൻറ്റു -1 -x പ്ലസ് y -1 അല്ലേ? സീക്വൽ ടു എന്ത് വരും? xy -5. ഇങ്ങോട്ട് നോക്കിയാൽ xy -x പ്ലസ് y -1, ഇപ്പുറത്തോ xy -5. ഇവിടെ ഈ സമചിഹ്നത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്ത് കിടക്കുന്നുണ്ട്? കോമൺ ആയിട്ട് xy കിടക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് നമുക്ക് xyനെ വെട്ടിക്കളയാം. ഇവിടെ ഒരേ ചിഹ്നം ആയതുകൊണ്ടാണ് വെട്ടിക്കളഞ്ഞത്. എപ്പോഴും ശ്രദ്ധിക്കുക, സമചിഹ്നത്തിന്റെ അപ്പുറം ഇപ്പുറം കിടക്കുകയാണെങ്കിൽ ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ മാത്രമേ നമുക്ക് വെട്ടിക്കളയാൻ പറ്റുള്ളൂ. വ്യത്യസ്ത ചിഹ്നങ്ങളായി വെട്ടാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മൾ വ്യത്യസ്ത ചിഹ്നങ്ങൾ വെട്ടും എവിടെയാണെങ്കിൽ സമചിഹ്നത്തിന് ഒന്നുകിൽ രണ്ടും ഇപ്പുറത്താവണം, അല്ലെങ്കിൽ രണ്ടും അപ്പുറത്താവണം. അപ്പൊ നമുക്ക് രണ്ടും വെട്ടിക്കളയാം വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ. ഇപ്പൊ ഇവിടെ xyയും ഇവിടെ -xy ആണെങ്കിൽ നമുക്ക് വെട്ടാൻ പാടില്ല. അപ്പൊ പ്രത്യേകം ഓർമ്മയിൽ വെക്കാം. ഇനി ബാക്കി എന്തോന്നു? -x പ്ലസ് y -1 ഈസ് ഈക്വൽ ടു -5. ഇനി നമുക്ക് എക്സും വൈ മാത്രം ഇവിടെ മതി, മറ്റാൾ അങ്ങോട്ട് പോയിക്കോട്ടെ. അപ്പൊ -x പ്ലസ് y ഇവൻ അങ്ങോട്ട് കൊണ്ടുപോവാം, -5 ഇതങ്ങോട്ട് പോകുമ്പോൾ +1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? -x പ്ലസ് y ഈക്വൽ ടു -4 എന്ന് കിട്ടി. -x പ്ലസ് y ഈക്വൽ ടു -4. അപ്പൊ നമ്മൾ ചിഹ്നം അങ്ങോട്ട് എല്ലാത്തിനും ചിഹ്നം അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ചിഹ്നം മാറ്റുമ്പോൾ ഒരെണ്ണത്തിന് മാത്രം മാറ്റാൻ പാടില്ല, മാറ്റുമ്പോൾ എല്ലാത്തിനും മാറ്റണം. അപ്പൊ എന്ത് വരും? ഇവിടെ നോക്കിയാൽ എക്സിന്റെ ചിഹ്നം മാറ്റി പ്ലസ് ആക്കി, ഇതിന്റെ ചിഹ്നം മാറ്റി -y ആക്കി, ഈക്വൽ ടു ഈ 4 ചിഹ്നം മാറ്റി 4 ആക്കി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? x - y ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഇനി നമ്മോട് എന്താ ചോദിച്ചിട്ടുള്ളത്? വലുതിൽ നിന്ന് 1 കുറയ്ക്കുക, ചെറുതിനോട് 1 കൂട്ടുക. അങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം ഈ സംഖ്യകളുടെ ഗുണനഫലത്തേക്കാൾ അല്ലെ, ഈ സംഖ്യകൾ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരത്തേക്കാൾ എത്ര കൂടുതലായിരിക്കും? ചോദ്യം മനസ്സിലായില്ലേ? ആദ്യം വലുതിനോട് കൂടി 1 കൂട്ടി ചെറുതിൽ നിന്ന് 1 കുറച്ചു, അങ്ങനെ ഗുണിച്ച് കിട്ടിയതാണ് ഇവർ പറഞ്ഞത് 5 ഇതിനേക്കാൾ വ്യത്യാസമുണ്ട്, കുറവായിരിക്കും അല്ലെ? നാം നേരെ തിരിച്ചു പറയാണ് എന്ത്? വലുതിൽ നിന്ന് 1 കുറച്ചു x - y 1. പിന്നെയോ ചെറുതിന്റെ കൂടെ 1 കൂട്ടി y+1. മനസ്സിലാവുന്നില്ലേ? അത് xy-നേക്കാളും എത്ര കൂടുതലായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: x ഇൻറ്റു y xy പ്ലസ് x മൈനസ് y -1 അല്ലേ? അപ്പൊ x - 1 ഇൻറ്റു y + 1 ഈക്വൽ ടു xy പ്ലസ് x മൈനസ് y -1. ഇനി ഇവിടെ നമുക്ക് xy പിന്നെ പ്ലസ് x മൈനസ് y അല്ലേ? x മൈനസ് y എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? x - y എത്രയാണ്? 4 അല്ലേ? അപ്പൊ 4 - 1, അതായത് xy 4 - 1 എത്രയാണ്? +3. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. നമ്മുടെ ചോദ്യം എന്താണ്? വലുതിൽ നിന്ന് 1 കുറച്ച് ചെറുതിന്റെ കൂടെ 1 കൂട്ടി കിട്ടിയാൽ അത് xyയുടെ പ്രൊഡക്റ്റിനേക്കാളും എത്ര കൂടുതലായിരിക്കും അല്ലെ? അപ്പൊ എത്ര കൂടുതലുണ്ട്? ഇതാണ് xy, xy-നേക്കാൾ എത്ര കൂടുതലുണ്ട്? 3 കൂടുതൽ അല്ലെ? അപ്പൊ എക്സും വൈയും തമ്മിൽ ഗുണിച്ച് കിട്ടുന്നതിനേക്കാളും 3 കൂടുതലാണ് ഇങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി നമുക്കതിൽ 2 ചോദ്യങ്ങൾ കൂടി ഉണ്ട് അല്ലെ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ